get some salt please? ആ കോഫി ഷോപ്പിലിരുന്ന് അയാൾ അത് ഉറക്കെ വിളിച്ചു പറഞ്ഞു. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മാലാഖയെ പോലെ അതിസുന്ദരിയായ ഒരു പെൺകുട്ടി. ഒറ്റ നോട്ടത്തിൽ തന്നെ അയാൾക്ക് അവളോട് പ്രണയം തോന്നി. ഉള്ളിലെ ധൈര്യമെല്ലാം സംഭരിച്ച് അയാൾ അവളോട് അത് തുറന്നു പറഞ്ഞു. നമുക്കൊരു കോഫി കുടിക്കാൻ പോയാലോ? കോഫി ഷോപ്പിലെത്തിയപ്പോൾ അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, Can I get some salt please? വെയിറ്റർ കൊണ്ടുവന്ന സോൾട്ട് കോഫിയിലിട്ട് ഇളക്കി ആസ്വദിച്ചു കുടിക്കുന്ന അയാളെ അവൾ ആശ്ചര്യത്തോടെ നോക്കി. അവളുടെ ആശ്ചര്യം മനസ്സിലാക്കിയ അയാൾ അവളോട് പറഞ്ഞു, എന്റെ വീട് ഒരു കടൽക്കരയിലാണ്. കുളിക്കുമ്പോഴും കളിക്കുമ്പോഴുമെല്ലാം ഉപ്പിന്റെ രുചിയില്ലാത്ത ഒരു ദിവസത്തെ കുറിച്ച് എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യ. എന്റെ നാടിനെയും വീടിനെയും ബന്ധങ്ങളെയുമെല്ലാം എന്നും ഓർക്കാൻ ഞാൻ എന്നും ഉപ്പിട്ട കാപ്പിയാണ് കുടിക്കാറ്. തന്റെ വീടിനെയും വീട്ടുകാരെയും ബന്ധങ്ങളെയും എല്ലാം ഇത്രമേൽ സ്നേഹിക്കുന്ന ആ മനുഷ്യൻ തന്നെ എത്രമാത്രം സ്നേഹിക്കുമെന്ന് മനസ്സിലാക്കി അവൾ അവനോട് യെസ് പറഞ്ഞു. നീണ്ട 40 വർഷം അവൾ അവന് ഉപ്പിട്ട കാപ്പിയാണ് കൊടുത്തത്. അവനത് സന്തോഷത്തോടെ കുടിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം അയാൾ മരിച്ചു. അയാളുടെ മരണശേഷം അവൾക്ക് അവന്റെ മുറിയിൽ നിന്ന് ഒരു കത്ത് കിട്ടി. കത്തിലെഴുതിയത് ഇപ്രകാരമായിരുന്നു: ഇക്കഴിഞ്ഞ കാലം അത്രയും നിന്നോട് കളവ് പറഞ്ഞതിന് മാപ്പ്. അന്ന് ആ കോഫി ഷോപ്പിൽ വെച്ച് Can I get some sugar എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. ആ സമയത്തെ വെപ്രാളത്തിലും പരവേശത്തിലും സാൾട്ട് എന്ന് ആയി പോയതാണ്. അത് നിന്നോട് തിരുത്തി പറയാനോ മാറ്റി പറയാനോ എനിക്ക് സാധിച്ചതുമില്ല. ഇതിന്റെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഉപ്പിട്ട കാപ്പി ഇഷ്ടമേ അല്ല. എന്നിട്ടും നിന്നോട് കൂടെ ജീവിക്കാൻ ഇക്കഴിഞ്ഞ കാലം അത്രയും ഞാൻ ആ കാപ്പി ആസ്വദിച്ചു തന്നെയാണ് കുടിച്ചത്. ഇനിയും ഒരു ജന്മം കൂടെ നിന്നോട് കൂടെ ജീവിക്കാൻ ഉപ്പിട്ട കാപ്പി കുടിക്കേണ്ടി വന്നാലും എനിക്കതിന് സന്തോഷമാണ്. കാരണം നീ എനിക്ക് അത്രമേൽ വലുതാണ്. എന്താലേ, ചെറിയ ചെറിയ വഴക്കുകൾക്കും സൗന്ദര്യ പിണക്കങ്ങൾക്കൊക്കെ വേണ്ടി മാറി ജീവിക്കുന്ന, മാറ്റി നീക്കപ്പെടുന്ന ഇന്നത്തെ കുടുംബജീവിതങ്ങൾ കണ്ടുപഠിക്കേണ്ടത് ഇവരെയല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, ചുമ്മാതങ്ങ് ചിരിച്ചു വേണം. ജീവിതം പൊളിയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.